നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 151 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗാനരചയിതാവും നിർമ്മാതാവും സംവിധായകനുമൊക്കെയായ ശ്രീ ഭരണിക്കാവ് ശിവകുമാറിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മാസ്മരികതയോടെ ഇന്നും നിലനിൽക്കുന്നു. തിരുവനന്തപുരത്താണ് താമസിച്ചിരുന്നുവെങ്കിലും ഒരൊറ്റ തവണയെ അദ്ദേഹത്തെ നേരിൽ കാണാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ കുഞ്ചിറുള്ള ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അദ്ദേഹവും പങ്കെടുത്ത സദസ്സിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന് ചിലരോട് കുറേ നേരം സംസാരിച്ചു തന്നു. ആ അവസരത്തിലാണ് ഞാൻ അങ്ങോട്ട് ചെന്ന്, നമസ്കാരം ശിവകുമാർ, ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. അതിനെന്താ, സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു. മറ്റുള്ളവരെല്ലാം ഒന്ന് നോക്കിയിട്ട് ദാ വരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൻ്റെ അവിടെ നിന്നും കുറച്ച് ദൂരേക്ക് മാറി നിന്നു. ബോക്സിൽ നിന്നും ഉറക്കെയുള്ള പാട്ടുകൾ കേൾക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരേക്ക് മാറി നിന്നാണ് സംസാരം തുടങ്ങിയത്. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനാണ്, എൻ്റെ പേര് ശരവൺ മഹേശ്വർ എന്നാണ്. കഥകളും കവിതകളും നോവലും ഒക്കെ എഴുതാറുണ്ട്. കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ 1-2 പുസ്തകം ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ കണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പുറകിലായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ശിവകുമാറിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നേരം ക്ഷമയോടുകൂടി ഇവിടെ നിന്നത്. അതെയോ, അപ്പോൾ എൻ്റെ പ്രസംഗം ശ്രദ്ധിക്കാനും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായും ഏത് നാട്ടിൽ ചെന്നാലും ഓരോരുത്തരുടെ പ്രസംഗങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. അപ്പോൾ ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, അപ്പോൾ AKGയുടെയും മറ്റും പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ തമ്പാനൂർ ഓവർ ബ്രിഡ്ജിലെ ഇന്ന് റെയിൽവേ ചേർത്തെടുത്ത സ്ഥലമാണ്. അതിന് മുന്നിൽ വിശാലമായ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അവിടെ പ്രസംഗങ്ങളൊക്കെ വരുമ്പോൾ ശ്രീ AKGയുടെയും EMSൻ്റെയും അങ്ങനെ നിരവധി പേരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഉറക്കെ ചിരിച്ചു. എൻ്റെ പ്രസംഗം കേട്ടിട്ട് എന്ത് തോന്നി? പ്രത്യേകതയായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും ഒരു ഗാനരചയിതാവല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന വാക്കുകൾ ഹഠാത് ആകർഷിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു. എന്നിട്ട് എൻ്റെ തോളിൽ തട്ടി. ചെണ്ടയിലെ പാട്ടുകൾ ഇന്നും ശിവകുമാറിനെ കാണുമ്പോൾ മനസ്സിൽ ഓർത്തു വരുന്നു. അതെയോ, വളരെ അതിശയത്തോടു കൂടിയാണ് അദ്ദേഹം എൻ്റെ വാക്കുകൾ കേട്ടത്. എത്ര നൈർമല്യത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഹിന്ദിയിലും മറ്റും അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1947 ജൂലൈ 17-ാം തീയതി ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് ഭരണിക്കാവ് കറ്റാനത്ത് ജനിച്ച ഇദ്ദേഹം രാമചന്ദ്രവിലാസം എന്ന മഹാകാവ്യത്തിൻ്റെ കർത്താവായ മഹാകവി അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ ചെറുമകനാണ്. 1973 വിൻസെൻ്റ് മാസ്റ്റർ സംവിധാനം ചെയ്ത ചെണ്ട എന്ന ചിത്രത്തിലൂടെയാണ് ഗാനരചനാ രംഗത്തെത്തിയത്. 1975 ഗാനരചനയ്ക്കുള്ള മിഡിമെക്സ് അവാർഡ്, 2003 ടെലിവിഷൻ അവാർഡ്, നിരവധി അവാർഡുകൾ നേടി. കായംകുളം SMA കോളേജിൽ അധ്യാപകനായും മലയാള രാജ്യം വാരികയിൽ സബ് എഡിറ്ററായും സേവനമനുഷ്ഠിച്ചു. മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും പാട്ടുകൾ എഴുതിയ ശിവകുമാർ നാടകം, തിരക്കഥ, നോവൽ എന്നിവയും എഴുതിയിട്ടുണ്ട്. സിനിമയിൽ നിർമ്മാതാവും സംവിധായകനും കൂടിയായിരുന്നു. 2007 ജനുവരി 24 58-ാം വയസ്സിൽ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് അന്തരിച്ചു.
അദ്ദേഹം എഴുതിയ നിരവധി ഗാനങ്ങൾ ഇന്നും മനസ്സിൽ തത്തിക്കളിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു നല്ലൊരു കവി. അന്ന് ഞങ്ങൾ ഏകദേശം 20 മിനിറ്റോളമാണ് സംസാരിച്ചത്. സിനിമയെക്കുറിച്ചും തിരക്കഥയെക്കുറിച്ചും ഗാനരചനയെക്കുറിച്ചും ഒക്കെ ഒരുപാട് ഓർമ്മകൾ അദ്ദേഹം പുതുക്കി. ഒരു ഗാനം ഒരു സിനിമയ്ക്ക് ചേരും വിധം, സംവിധായകൻ്റെ ഭാവനയ്ക്ക് ഉതകും വിധം ഒക്കെ എഴുതി ഉണ്ടാക്കുക എന്നത് നിസ്സാരമായി തോന്നാമല്ലേ? പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. ഇന്ന് ശരവണൻ എന്നെ പരിചയപ്പെടുത്തിയ ഒരു ഗാനരചയിതാവ് ആയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പരിചയപ്പെടുമോ? ഞാൻ പറയില്ല. തീർച്ചയായും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എല്ലാവരെയും നമുക്ക് കണ്ട് സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഈ കണ്ടുമുട്ടൽ എനിക്ക് വളരെ സന്തോഷം തരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, വീട്ടിലോട്ട് വരുന്നുണ്ടോ? ഇല്ല, പിന്നീട് ഒരു അവസരത്തിൽ വരാം. ഞാനിപ്പോൾ ശാസ്ത്രമംഗലത്താണ് താമസിക്കുന്നത് എന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. സംസാരിക്കുമ്പോൾ അധ്യാപകനായിരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില നല്ല ഗുണങ്ങൾ, നല്ല വാക്കുകൾ ഇതെല്ലാം കേൾക്കുവാൻ ഇടയുണ്ടായി. ഞാനെന്തോ ഭയങ്കര സംഭവമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നരുതേ എന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായി കാണാം. ശരവണൻ എന്തൊക്കെയാണ് എഴുതാറ്? നോവലാണോ, കഥയാണോ, കവിതയാണോ, ഗാനങ്ങളാണോ? ഞാൻ പറഞ്ഞു, ഒരു തരം മേഖലകളിലെല്ലാം കൈവച്ചിട്ടുണ്ട്. ഞാൻ നോവലാണ് പബ്ലിക് ലൈബ്രറിയിലോ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലോ കണ്ടത്. നോവലും ഒക്കെ എഴുതാറുണ്ടോ? ഞാൻ കുറച്ച്. എഴുത്തെന്തായാലും നല്ലതാണ്. എഴുത്തിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് എഴുത്തുകാരോട് വളരെ അടുപ്പവും സ്നേഹവുമാണ്. എൻ്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് തോന്നാറ്? മുഖസ്തുതി ഇല്ലാണ്ട് പറയട്ടെ, ഭാവനയുടെ ചിറകിലേറി പറക്കാൻ മനസ്സിനെ തോന്നിക്കുന്ന ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട്. താങ്കളുടെ ഏത് ഗാനം എടുത്താലും, ഞാൻ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല എങ്കിലും, താങ്കളുടെ ഗാനങ്ങളെല്ലാം മനസ്സിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ സ്വപ്നലോകത്തെന്ന പോലെയാണ്. ജീവിതത്തിൻ്റെ നൈരന്ത്രികമായ ഭാവം, ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ജീവിതത്തിൽ നാം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന വാക്കുകൾ ശിവകുമാറിൻ്റെ ഓരോ ഗാനങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നോട് എൻ്റെ ഗാനങ്ങളെക്കുറിച്ച് ഇത്തരത്തിലൊക്കെ പറയുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ അതെന്താ, ഒരുപാട് പേരുമായിട്ട് കോണ്ടാക്റ്റൊക്കെ ഉള്ളതല്ലേ? അതല്ല, ഒരു ഗാനത്തെക്കുറിച്ച് അപഗ്രഥിച്ച്, അല്ലെ ഒരു ഗാനത്തിൻ്റെ മനോഹാരിത, ഒരു ഗാനം എഴുതുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ തോന്നലുകൾ, ഇതെല്ലാം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ചലനങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ എൻ്റെ സൃഷ്ടി നല്ലതാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? നമ്മൾ തീർച്ചയായും എല്ലാത്തിലും നല്ലതും ചീത്തതുമുണ്ട്. ഒരു ഗാനം മതി, ആയിരക്കണക്കിന് ഗാനങ്ങളൊന്നും വേണ്ട നമ്മുടെ മനസ്സിൽ എന്നും ഒരാളെ ഓർമ്മിക്കാൻ, അല്ലെങ്കിൽ അയാളുടെ ഗാനങ്ങളെ വിലയിരുത്താൻ. എന്തായാലും ശിവകുമാർ, പരസ്പരം ഫോട്ടോ എടുക്കണമെന്നും ഓട്ടോഗ്രാഫ് എഴുതിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും കയ്യിൽ കരുതിയിട്ടില്ല. എന്തായാലും ഈ കണ്ടുമുട്ടൽ മനസ്സിലെന്നും ഉണ്ടാവും. നമുക്ക് വീണ്ടും കാണാം. ജ്യൂസോ നാരങ്ങ വെള്ളം എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ? അയ്യോ വേണ്ട, തണുത്തതൊന്നും എനിക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ്
വീണ്ടും സ്റ്റേജിന് മുന്നിലെത്തി. അപ്പോൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നവർ അവിടെ തന്നെ നിൽക്കുന്നു. കുറേ നേരമായല്ലോ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അതങ്ങനെയാ, എഴുത്തുകാരും തമ്മിൽ കാണുമ്പോൾ ഒരുപാട് സംസാരിച്ചെന്നിരിക്കും. അതങ്ങനെയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ, ഞാൻ മറ്റുള്ളവരെയും നോക്കി ഒന്ന് ചിരിച്ചിട്ട് അമ്പലത്തിനുള്ളിലേക്ക് കടന്നുപോയി. അതിനുശേഷം അദ്ദേഹത്തെ കണ്ടതേയില്ല. അന്നത്തെ ആ ഓർമ്മകൾ അദ്ദേഹം മരിച്ച ശേഷവും എന്തോ നമ്മുടെ മനസ്സിൽ നിന്നും എന്തോ ഒന്ന് വെട്ടിമാറ്റിയ പോലെയുള്ള ഒരു അനുഭവം. വെറും 20 മിനിറ്റ് നേരത്തെ സംസാരം. കാലം കടന്നു, ജീവിത ചക്രം കറങ്ങിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും ഭരണിക്കാവ് ശിവകുമാർ എന്ന ഗാനരചയിതാവിനെ ഓർക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ അദ്ദേഹം എഴുതിയ നല്ല ഗാനങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആ സ്നേഹധനനായ ആ എഴുത്തുകാരനെ സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.